ഏറ്റവും വലിയ പ്രീ റിലീഫ് ഹൈപ്പുമായി എത്തിയ ചിത്രമാണ് പുഷ്പ 2. അതിനൊത്ത പ്രതികരണം തന്നെയായിരുന്നു കളക്ഷൻ്റെ കാര്യത്തിൽ പുഷ്പ നേടിയത്. 2000, 1500 മുകളിലൊക്കെ തുകകളാണ് ഇപ്പോൾ. 1500 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകകളാണിപ്പം പുഷ്പയുടേതായി പുറത്തു വരുന്നത്. അപ്പം പുഷ്പയുടെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല. വിദേശ രാജ്യങ്ങളിലും പുഷ്പയുടെ ഈ തരംഗം ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. അവസാനം നമുക്കറിയാൻ പറ്റിയത് നേപ്പാളിൽ ചിത്രം നേടിയ ചരിത്രമായൊരു വിജയമുണ്ട്. 20 ദിവസം കൊണ്ട് 24.74 കോടി രൂപ നേടിയാണ് നേപ്പാളിൽ ചിത്രം ചരിത്രം സൃഷ്ടിക്കുന്നത്. ഒരു വിദേശ ചിത്രത്തിന് നേപ്പാളിൽ നേടുന്ന ഏറ്റവും വലിയ തുകയാണ് ഈ തുകയെന്ന് പറയുന്നത്. അതുപോലെ അവിടുത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ 3ാമത്തെ തുക കൂടിയാണ് പുഷ്പ 2 നേടിയത്. പുഷ്പയുടെ വിജയം നമ്മളെ അതിശയിപ്പിക്കുന്ന വിജയം തന്നെയാണ്. പുഷ്പയ്ക്ക് ഈ വിജയം നേടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഹിന്ദി പതിപ്പിൻ്റെ വിജയമാണ്. ഹിന്ദി പതിപ്പിൻ്റെ വിജയം ഹിന്ദി ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു നേട്ടമാണ് പുഷ്പ 2 നേടിയിരിക്കുന്നത്. ഹിന്ദി പതിപ്പ് ഏകദേശം 704.25 കോടി രൂപയാണ് ഹിന്ദി പതിപ്പിൽ നിന്ന് മാത്രമായി നേടിയത്. ഹിന്ദി സിനിമയുടെ ചരിത്രത്തിൽ തന്നെ 700 കോടി നെറ്റ് നേടുന്ന ആദ്യ ചിത്രം കൂടി പുഷ്പ മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. അപ്പം പുഷ്പയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അല്ലു അർജുനെതിരെ കേസുകളും വഴക്കുകളും പണങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അല്ലു അർജുൻ്റെ പുഷ്പ 2ക്ക് ഗുണകരമായി മാറിയെന്നുള്ളൂ. വാർത്താ പ്രാധാന്യങ്ങൾ ഇങ്ങനെ നേടിക്കൊണ്ടേയിരുന്നു പുഷ്പയെ പറ്റി. പുഷ്പയുടെ റിലീഫിൻ്റെ ഫോണ്ടായ അടി, ബഹളം, അതുപോലെ മരണം, ഇതെല്ലാം തന്നെ പുഷ്പയ്ക്ക് അനുകൂലമായി വരുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പുഷ്പയുടെ വിജയം ഇവിടം കൊണ്ടും തീരുന്നില്ല. കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് പുഷ്പ വിദേശങ്ങളും ഇങ്ങനെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും പുഷ്പയുടെ റിലീഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. അങ്ങനെ 1500 കടന്ന് 2000-ലേക്കുള്ള പ്രയാണത്തിലാണ് പുഷ്പ 2. അപ്പോൾ അല്ലു അർജുൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി പുഷ്പ നേടിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് മലയാളികൾക്കും അഭിനന്ദിക്കാം. നമ്മുടെ ഭാഗത്തും അതിനകത്ത് ഒരു കഥാപാത്രമാണല്ലോ. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.